എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഉഗ്രൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് ശരിക്കും ചിക്കൻ ഫ്രൈ എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവപ്പട്ടയുടെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കായയാണ്. അപ്പം ഞാനിവിടെ ഒരു 5 ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് ഒരു 10 മണി കുരുമുളക് അത്രയൊക്കെ തന്നെ മതിയാകും. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉണക്കമുളകാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളകിന് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. മുളകൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇത് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെറു ചൂടോടുകൂടി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നല്ല ഫൈനായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മുടെ ഈ മസാലകൾ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു മറ്റൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയായി അരിഞ്ഞ സവാളയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം നന്നായി വഴന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ ചിക്കൻ്റെ പീസുകളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആ ചിക്കൻ ഞാൻ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സവാളയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ ഓൾറെഡി അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം കൊണ്ട് വേണം നമ്മുടെ ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ മസാല പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മസാല പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാനിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ചിക്കൻ കറിയിൽ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയിൽ മസാല ഏറ്റവും അവസാനം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ നമ്മൾ മസാലയിൽ ഓൾറെഡി ഉണക്കമുളക് ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിൽ എക്സ്ട്രാ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ ചെറിയ വെള്ളമുണ്ട്. ആ വെള്ളവും കൂടി ഒന്ന് നന്നായി വറ്റി വരണം. അതുവരെ നമുക്കിത് അടുപ്പത്ത് തന്നെ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ചാറ് പോലെയുണ്ട്. അത് ഇരിക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ ചെറിയ രീതിയിലൊരു ഗ്രേവി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അതോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.